ആ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാനുള്ള മൂന്നാമത്തെ വഴി എന്താ? അല്ലാഹു പറയുകയാണ് വകാനൂ ലനാ ഖാശീൻ. അല്ലാഹു പറയുകയാണ് മൂന്നാമത്തെ സ്വഭാവം എന്തെന്നറിയുമോ? വകാനൂ ലനാ ഖാശീൻ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർ, അല്ലാഹുവിനെ ഭയമുള്ളവർ, അല്ലാഹുവിനെ പേടിയുള്ളവർക്ക് അല്ലാഹു ആ സ്വർഗ്ഗം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളിൽ ആർക്കാ അല്ലാഹുവിനെ പേടിയുള്ളത്? എടാ, നമ്മളിൽ ആർക്കാ അല്ലാഹുവിനെ ഭയമുള്ള ഒരു മനുഷ്യൻ ആരാ ഉള്ളത്? നമുക്ക് അല്ലാഹുവിനെ പേടിയില്ലല്ലോ. വഅദ് പറയുന്ന ഉസ്താദിന് ചൂടുവെള്ളം, നിങ്ങൾക്ക് എന്തുവാട്? കട്ടൻ ചായ കുടിക്ക്. അടികൊള്ളുന്നത് ചണ്ട, പണം വാങ്ങുന്നത് ശരി. അല്ലാഹു ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എടോ, അല്ലാഹുവിനെ പേടിയുള്ള ആരാ ഉള്ളേ? നമുക്ക് അല്ലാഹുവിനെ പേടിയുണ്ടായിരുന്നു നമ്മളിങ്ങനെ ആവോ? നമ്മുടെ സ്വഭാവം ഇങ്ങനെ ആവോ ചങ്ങാതി? എന്റെ പടച്ചവനെ ആർക്കാ ചങ്ങാതി പേടിയുള്ളത്? ഇപ്പൊ ഡിസംബർ 25 കഴിഞ്ഞു. എനിക്ക് ഓർമ്മ വരുന്നത്, പടച്ചവനെ നമ്മളിപ്പോ ഈ ക്രിസ്മസ് അപ്പൂപ്പൻ എന്താ പറയാ അതിന്? എന്തിനാ പറഞ്ഞിട്ട് തെറ്റുന്നത്? ആ അപ്പൂപ്പൻ. എടോ, പണ്ട് ഞങ്ങളുടെ പത്തനാപുരത്തൊക്കെ ആകെ ക്രിസ്തുമത വിശ്വാസികളുടെ വീട്ടിൽ മാത്രമായി ഇത് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി. ഞാനിപ്പോ അടുത്ത് പോയ എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയി. എങ്ങോട്ട് നോക്കടോ ചങ്ങായി? എന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയി. നാട്ടിൽ പോയപ്പോ കാണാൻ പോയതാ. അയൽവാസികളുടെ വീട്ടിലൊക്കെ കയറിയപ്പോ ഒരു 9 മണിയായപ്പോ ഇവര് പാട്ടും പാടി ചെണ്ടയടിച്ചു വന്നു. അപ്പൊ ഇവര് 3-4-5 പേര് വന്ന് പാട്ടൊക്കെ പാടി ചെണ്ടയടിക്കും. പൈസ ഒക്കെ കൊടുക്കണം ഇവർക്ക് കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെണ്ടയൊക്കെ അടിച്ചിട്ട് പാട്ടൊക്കെ പാടി നല്ല ഡാൻസ് ഒക്കെ കഴിച്ചിട്ട് ഇവരിറങ്ങി പോകാൻ സമയത്ത് ഞാനിങ്ങനെ എഴുന്നേറ്റ് നോക്കി, ആരാ അല്ലാഹ് ഇത്? ഈ വന്ന കുട്ടികൾ ആരാണെന്നറിയാൻ ഇങ്ങനെ എഴുന്നേറ്റ് വാതിലിന്റെ ഭാഗത്ത് വന്ന് നോക്കിയപ്പോ ആ ക്രിസ്മസ് അപ്പൂപ്പന്റെ തൊപ്പിയൊക്കെ ഇട്ടിരിക്കുന്ന ചങ്ങാതി, അസ്സലാമു അലൈക്കും ഉസ്താദ് എപ്പോ വന്നെന്ന്? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉസ്താദ് എപ്പോഴാ വന്നേന്ന്? അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എവിടെ ഉമ്മത്ത്? ഞാൻ ചിന്തിച്ചത്, അല്ലാഹുവിനെ ആർക്കാ പേടിയല്ലേ? ഉസ്താദ്, നിങ്ങൾ എത്ര വഅദ് പറഞ്ഞാലും ഞങ്ങൾ മാറില്ല. നിങ്ങൾ വേറെ പണി നോക്ക്. മരണവും ഖബറും നരകവുമായിട്ട് കടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? ഇവിടെ നമുക്ക് മാറ്റമൊന്നുമില്ല. ഇന്നത്തെ സഹോദരങ്ങളാകട്ടെ സഹോദരിമാരാകട്ടെ പെണ്ണുങ്ങൾ പണ്ട് ഉസ്താദന്മാരെ കണ്ട തലമറയ്ക്കൂലേ? മറയ്ക്കോ ഇല്ലേ? ഇപ്പോഴോ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു, എനിക്ക് ഇവരെന്തെങ്കിലും പറയാൻ പേടിയാ. ഞാൻ ഈ ലൈവ് ചെയ്യല്ലേ എന്ന് പറയാൻ തന്നെ കാരണം, ഞാൻ പണ്ട് 8 കൊല്ലം മുമ്പ് ഒരു പ്രസംഗം നടത്തി. പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന്. ഇപ്പൊ 29 കേസുണ്ട് എനിക്ക്. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇവരെ നമിക്കണം. പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് പറഞ്ഞതിന് ഇപ്പൊ ഞാൻ വനിതാ കമ്മീഷനിൽ കയറി ഇറങ്ങി നടക്കാം. അല്ലാഹുവേ, ഒന്നും പറഞ്ഞേക്കരുത് കേട്ടോ. എന്താ ഉസ്താദന്മാർക്ക് തരുന്ന ഒരു ഉപദേശമാണ്, ഒന്നും മിണ്ടിയേക്കരുത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. യൂട്യൂബിൽ എഴുതിയിട്ട് കാശുണ്ടാക്കവൻ അവൻ കൊണ്ടുപോയി. ഞാൻ ഇങ്ങനെ നടക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ആർക്കും ഇന്ന് അല്ലാഹുവിനെ ഭയമില്ല, പടച്ചറപ്പിനെ പേടിയുണ്ടായിരുന്നെങ്കിലും നമ്മൾ ഇങ്ങനെ നടക്കുമായിരുന്നു. നമ്മൾ അല്ലാഹുവിനെ മറന്നു നടക്കുകയാണ്. എടോ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപദേശം കേൾക്കുന്നതാരാ? നമ്മളല്ലേ സഹോദരാ? ഈ ഹൈന്ദവ വിശ്വാസികൾ, ക്രിസ്തുമത വിശ്വാസികൾ, അവർക്ക് അറബി കോളേജില്ല, അവർക്ക് വാഫി കോളേജില്ല, അവർക്ക് യതീംഖാനകളില്ല, അവർക്ക് മദ്രസകളില്ല, അവർക്ക് വഅദിന്റെ മജ്ലിസുകളില്ല, അവർക്ക് സ്വലാത്തിന്റെ മജ്ലിസുകളില്ല. പടച്ചവനെ, ജനിച്ച കാലം മുതൽ ഉപദേശങ്ങളുടെ നസീഹത്തും കേട്ട് നടക്കുന്നവരായി സമുദായം. എന്നാൽ ഏറ്റവും കൂടുതൽ വൃത്തികേട് കാണിക്കുന്നത് നമ്മളല്ലേ സഹോദരാ? എന്തിനും നമ്മളല്ലേ മുൻപന്തിയിൽ നിൽക്കുന്നത്? അഹങ്കാരമാണ്, ധിക്കാരമാണ്. തോന്നിവാസികളെ പോലെ നടക്കുകയാണ്. പടച്ചവനെ, റോഡിലൂടെ പോകുന്ന ബസിന്റെ ഏറ്റവും പുറകിലത്തെ സീറ്റ് നോക്കണം ചെറുപ്പക്കാരോ. കെട്ടിപ്പിടിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളെ കാണാം. പടച്ചവനെ,
ബീച്ചുകളിലേക്ക് കടന്നു പോകണോ, പാർക്കുകളിലേക്ക് കടന്നു പോകൂ. ബെഡ്റൂം വേണ്ട, ഒരു മരത്തണല് മതി, ഒരു മരത്തണല് മതി. പടച്ചവനെ, ഈ സമുദായത്തിന്റെ അവസ്ഥ എന്താണ്? എന്തെല്ലാം മോശമായ പ്രവർത്തനങ്ങളാണ്. കള്ള് കുടിക്കുന്നില്ലേ, കഞ്ചാവടിക്കുന്നില്ലേ, കൊണ്ട് വീടി വലിക്കാൻ പേടിയായിരുന്നു. ആണുങ്ങളായിരുന്നു കള്ള് കുടിച്ചിരുന്നത്. ഇന്ന് പെൺകുട്ടികൾ പോലും കഞ്ചാവടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ. പരസ്യമായിട്ട് കള്ളു കുടിക്കുന്നില്ലേ, പരസ്യമായി കഞ്ചാവടിക്കുന്നില്ലേ, അതിന്റെ വീഡിയെടുത്തിടുന്നില്ലേ. മുസ്ലിം പെൺകുട്ടികൾ പടച്ചവനെ പരസ്യമായി വൈനൊഴിച്ചു കുടിക്കുന്ന വീഡികൾ നമ്മൾ കാണുന്നവരല്ലേ. എന്തൊരു ധൈര്യമാണോ, എന്തൊരു ധൈര്യമാണോ. പടച്ചവന് ആർക്കും ഭയമില്ല. നിസ്കരിക്കാൻ പറഞ്ഞ വയ്യ, നിസ്കരിക്കാൻ പറഞ്ഞ വയ്യ. അയ്യാല സ്വലാ, അയ്യാലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ റോഡിന്റെ ചാരത്തിരിക്കുന്ന ചെറുപ്പക്കാരനോട് ബാങ്ക് വിളിക്കുന്നടാ. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു എന്ന് പറയുമ്പോ ഇപ്പത്തെ ചെറുപ്പക്കാര് ചോദിക്കും, മുഅദ്ദിന് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കണ എന്തിനാ ബാങ്ക് വിളിക്കാൻ? അയാൾ അയാളുടെ പണി ചെയ്യുന്ന. ഇപ്പൊ എനിക്കെന്നാ? അയാൾ അയാളുടെ ജോലി ചെയ്യുന്നു, ഇമാം ഇമാമിന്റെ ജോലി ചെയ്യുന്നു, എനിക്കെന്താ? ഇവിടെ നിസ്കരിക്കാൻ പറയും എത്ര മടി എന്താ? അല്ല തലകുത്തി നിൽക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇവിടെ നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് അല്ല കൊടുക്കാമെന്ന് പറഞ്ഞ പ്രതിഫലം നിങ്ങൾക്കറിയോ? എന്തിനാ രാവും പകലും കഷ്ടപ്പെടുന്നേ? ഞാനും നിങ്ങളും എന്തിനാ രാവും പകലും കിടന്ന് കഷ്ടപ്പെട്ട് ഈ ആയുസ് ഇങ്ങനെ കളയുന്നേ? തിന്നാനല്ലേ? നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കാനല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത്? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ജോലിക്ക് പോകുന്ന എന്തിനാ? കച്ചവടത്തിന് പോകുന്ന എന്തിനാ? കഷ്ടപ്പെടുന്ന എന്തിനാ? തിന്നാനല്ലേ? ഭാര്യക്കും മക്കൾക്കും തിന്നാൻ കൊടുക്കാനല്ലേ? എങ്കിൽ അല്ല പറയുകയാ, ഞാൻ തരാടാ ചങ്ങാതി, നീ എന്തിനാ കഷ്ടപ്പെടുന്നേ? നിനക്ക് തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു കൊല്ലമല്ല, മരിക്കുന്ന കാലം വരെ നിനക്ക് തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല പറയുകയാ, തിന്നാനല്ലേ വേണ്ടത്, ഞാൻ തരാം നിനക്ക്. പക്ഷെ ഒരു കാര്യം ചെയ്യണം, ഒരു കാര്യം ചെയ്യണം. നീ ഒരു കാര്യം ചെയ്താൽ നിനക്ക് മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളാഹു ആ നന്മ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു നന്മ ചെയ്താൽ മരിക്കുന്ന കാലം വരെ ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിനക്ക് തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു നന്മ ചെയ്യോ? ഒരു നന്മ ചെയ്യോ? ഒരു നന്മ ചെയ്യോ? എന്താ നന്മ? 5 നേരം നിസ്കരിച്ചാ മതി. എടാ, ലോകത്ത് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? ഇപ്പൊ ഈ നാട്ടുകാരെല്ലാരും ഉണ്ടല്ലോ. ഈ നാട്ടിലെ പണമുള്ളവനും ഉണ്ട്, പണമില്ലാത്തവനുണ്ട്. ഈ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആരാ? നിങ്ങക്കെന്താ മടിയുണ്ടോ? പള്ളിയിലെ ഉസ്താദന്മാര്, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആരാ? നിങ്ങക്കെന്താ അസൂയുണ്ടോ? ഉള്ളത് പറയാ. ഈ നിരന്നിരിക്കണ ചങ്ങായിമാര് ഞങ്ങളാടോ? ഞങ്ങളാ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത്. നീ എല്ലാ ദിവസവും ഇപ്പം 1000 രൂപയല്ലേ മട്ടന്? അതെ, അതെയോ? പൈസയൊക്കെ കൂടിയടോ. എല്ലാ ദിവസവും ഇറച്ചിയിൽ നിന്ന് ആരാ ഉള്ളേ? നല്ല നല്ല കഷ്ണം മീൻ തിന്നുന്ന ആരാ ഉള്ളേ? ഞങ്ങളോടോ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. മരിക്കണ കാലം വരെ തരാതെ റബ്ബ് ഏറ്റിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്ന് എനിക്ക് ഉസ്താദിന്റെ വീട്ടിലായിരുന്നു, പാവപ്പെട്ടവന്റെ വീട്ടിൽ. നാളെ നല്ല നല്ല ചോറും കറി, അൽഹംദുലില്ലാ, നല്ല മീൻ കറിയായിരുന്നു കേട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നാളെ കാഞ്ഞങ്ങാട എനിക്ക് ഭക്ഷണം. നാളെ എവിടെ? നാളെ കാസർഗോഡാണ് എനിക്ക് വയല് അതിഞ്ഞാലുറൂസ്. എനിക്ക് എവിടോ അള്ളാഹു ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഡിസംബർ 31 വയനാടാണ് എനിക്ക് ഭക്ഷണം. അവിടെ അള്ളാഹ് ഒരുക്കി വെച്ചിരിക്കുന്നത് എനിക്കറിയില്ലടോ. എന്റെ റബ്ബ് എനിക്ക് ഭക്ഷണം തരുന്നുണ്ട്. നോ ടെൻഷൻ, നോ ബേജാർ. അള്ളാഹു എനിക്ക്, ഞാൻ നിസ്കരിക്കുന്ന കാലത്തോളം എന്റെ റബ്ബ് എനിക്ക് ഭക്ഷണം തരും. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് വേണോ? നിങ്ങൾ നിസ്കരിക്കുക.
നിങ്ങൾ നിസ്കരിക്ക്, ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ല തരും ഭക്ഷണം. അല്ല തരും ഭക്ഷണം. രാഷ്ട്രീയക്കാരനെ പോലെ വാക്ക് മാറ്റുന്ന ആളല്ല അല്ല. അല്ല പറയുകയാ വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക. ഞാൻ തരും ഭക്ഷണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇനി എന്താ വേണ്ടത്? നല്ല മരണം വേണോ? വേണോ? നല്ല മരണം വേണോ? അല്ല പറയുകയാ ഞാൻ തരാൻ ചങ്ങാതി. വൽആഖിബത്തു ലിത്തഖ്വ. നിസ്കരിക്ക്, നീ നിസ്കരിക്ക്. നീ 5 നേരം നിസ്കരിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ നല്ല മരണം തരാമെന്ന് അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ പറയുന്നു.